സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. മുള്ളൂർക്കര ആറ്റൂരിൽ റേഷൻ കട സസ്പെൻഡ് ചെയ്യാൻ വന്ന സപ്ലൈ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ആറ്റൂർ മനപ്പടിയിൽ പ്രവർത്തിക്കുന്ന KM അബ്ദുൾ ഗഫൂറിന്റെ ഉടമസ്ഥതയിലുള്ള റേഷൻ കട സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നോട്ടീസ് പതിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. 3 മണിക്കൂറോളം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പിന്നീട് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അവർ തിരിച്ചു പോവുകയായിരുന്നു. റേഷൻ ഇൻസ്പെക്ടർ ബബിത, അസിസ്റ്റന്റ് ജയചന്ദ്രൻ എന്നിവരെയാണ് നാട്ടുകാർ തടഞ്ഞുവെച്ചത്. കഴിഞ്ഞ ദിവസം ജില്ലാ സപ്ലൈ ഓഫീസർ ജയചന്ദ്രൻ, തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ മധുസൂദനൻ എന്നിവർ അടങ്ങിയ സംഘം മഴക്കെടുതിയിൽ ധാന്യങ്ങൾ വെള്ളത്തിൽ മുങ്ങി കേടുവന്നതിനെ തുടർന്ന് ജില്ലയിലെ റേഷൻ കടകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഗഫൂറിന്റെ കടയിലെത്തി പരിശോധന നടത്തിയെങ്കിലും അനധികൃതമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രളയത്തിൽ മുങ്ങിയ 34ഓളം മരിച്ചാക്കുകൾ JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ റേഷൻ കടയോട് ചേർന്ന് ഗഫൂറിന്റെ തന്നെ ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് പ്രവർത്തിക്കുന്നു എന്ന കാരണത്താലും റേഷൻ കടയ്ക്ക് അനുവദിച്ച പണം കൊണ്ട് റേഷൻ കട മെയിന്റനൻസ് നടത്തിയില്ല എന്നീ കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ സപ്ലൈ ഓഫീസർമാർ എത്തിയത്. കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരിക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി തൃപ്തികരമല്ല എന്ന കാരണത്താൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. എന്നാൽ തന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊരു നടപടിയെടുക്കുന്നതെന്ന് ഗഫൂർ ആരോപിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ മണ്ണെണ്ണ മറിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായി സമരം നടത്തുകയും കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തതിന്റെ പ്രതികാര നടപടിയാണ് ഇതിന് പിന്നിലെന്ന് ലൈസൻസി അബ്ദുൾ ഗഫൂറും തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി പ്രസിഡന്റ് K. സേതുമാധവനും ആരോപിച്ചു. ഇന്ന് ഈ കട സസ്പെൻഡ് ചെയ്യാൻ ഈ പ്രദേശത്തുള്ള കാർഡ് ഉടമയ്ക്ക് എവിടെ റേഷൻ കൊടുക്കുമെന്ന് തീരുമാനമെടുക്കാതെയാണ് ഇത് സസ്പെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ റേഷൻ കാർഡ് ഉടമകൾ ഇനി മുള്ളൂർക്കരയ്ക്കോ അതല്ലെങ്കിൽ ചെറുതുരുത്തിയിലോ ആറ്റൂർ അവിടെ ഉള്ള ഭാഗത്തുള്ള റേഷൻ കടയിലോ പോയിട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഗതികേടുണ്ട്. ഞാൻ റേഷൻ വ്യാപാരി സംഘടനകളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോടും ഈ നാട്ടുകാരോടും ഒക്കെ പറയാനുള്ളത്, ഇപ്പോൾ അനീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഗഫൂർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കരുതെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഗഫൂറിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൻ്റെ മുകളിലും ബോധ്യത്തിൻ്റെ മുകളിലുമാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇത് അനുവദിച്ചാൽ ഈ നാട്ടുകാർക്ക് വലിയൊരു ശാപമായിട്ട് മാറും. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മില്ലും ഈ 2 റേഷൻ കടകളും കാണാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തലപ്പള്ളി താലൂക്കിലോ തൃശ്ശൂർ ജില്ലയിലോ ഉണ്ടെങ്കിൽ അവരാണ് അതിന് ഉത്തരവാദി. ഇത് തെറ്റാണെങ്കിൽ ആ തെറ്റായ പ്രവർത്തിക്ക് കഴിഞ്ഞ 10 കൊല്ലത്തോളം കാലമായിട്ട് എന്തിന് കൂട്ടുനിന്നു, ആ കൂട്ടുനിന്നിട്ട് അതിന് വിഹിതം ആരൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കടയിൽ വെള്ളം കയറിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ അതിനൊരു കമ്മിറ്റി ഉണ്ട് ആ സാധനം ഡിസ്പോസ് ചെയ്യാനായിട്ട്. അത് താലൂക്ക് സപ്ലൈ ഓഫീസർ, ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ, പിന്നെ ക്വാളിറ്റി കൺട്രോളർ, പിന്നെ RIമാർ, തഹസിൽദാർ ഇവരെല്ലാവരും കൂടി ഇന്നലെ വന്നിരുന്നു. ഇന്നലെ വന്ന് എൻ്റെ കടയിലെ സ്റ്റോക്ക് മുഴുവൻ വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കേടായ സാധനങ്ങൾ എന്നെ കൊണ്ട് JCB വിളിപ്പിച്ച് അവർ പറമ്പിൽ ഡിസ്പോസ് ചെയ്തു. അവരതൊക്കെ ചെയ്തു. സ്റ്റോക്കിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അതൊക്കെ കറക്റ്റ് ചെയ്ത് പോയി. അതിനുശേഷം എന്നോട് ചോദിച്ചു റൈസ് മില്ല് ആരോട് ചോദിച്ചു. റൈസ് മില്ല് അപ്പം ഞാൻ അതിന് മറുപടി പറഞ്ഞു, റൈസ് മില്ല് ഞാൻ റേഷൻ കട ലൈസൻസ് ആവണതിന് മുന്നേ എൻ്റെ വാപ്പാടെ പേരിൽ റേഷൻ കട ലൈസൻസ് ഉള്ള സമയത്ത് എൻ്റെ പേരിൽ ലൈസൻസ് എടുത്തിട്ടൊരു റൈസ് മില്ല് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ അടുത്താണ് എൻ്റെ പേരിലേക്ക് റേഷൻ കട ലൈസൻസ് മാറിയത്. അപ്പോഴും പഞ്ചായത്തിൻ്റെ റൈസ് മില്ല് ലൈസൻസ് ഞാൻ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതിലെന്താ വെച്ചെങ്കിൽ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ലൈസൻസ് റൈസ് മില്ല് നടത്താൻ വേണ്ട എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഇവർ പോയതിന് ശേഷം അപ്പോൾ ഈ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ അപ്പോൾ ഈ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നവരെ കാത്തു നിന്നു. സ്റ്റോക്കിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നേരെ അവിടുന്ന് ഈ വിഷയം ചോദിച്ചിട്ട് പോകാനുണ്ടായത്. ഇപ്പോൾ അവർ അതായത് റേഷൻ മില്ല് മാറ്റാനോ ഒന്നും പറയാതെ റേഷൻ കട സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലെന്താ വെച്ചെങ്കിൽ ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് സംഘടനാ ലെവലിൽ ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതിൻ്റെ ഒരു വൈരാഗ്യം തീർക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്.